എന്തേ എന്റെ പ്രിയ സഹോദരങ്ങളെ, എല്ലാവരും വിഷാദമുഖരായി ഈ അവസരത്തിൽ സന്തോഷിച്ചാനന്ദിക്കുവിൻ. കാരണം ഈ മഠയനായ മനുഷ്യൻ തന്റെ സൃഷ്ടാവിന്റെ മടിത്തട്ടിലേക്ക് യാത്രയാവുകയല്ലേ. അങ്ങ് വേർപിരിഞ്ഞു പോവുകയാണോ ഫ്രാൻസിസ്? അങ്ങ് വേർപിരിഞ്ഞു പോവുകയാണോ? ഉടൻ തന്നെ അങ്ങ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യും. അവസാനമായി അങ്ങയുടെ വിശുദ്ധ ഹൃദയം തുറന്ന് ഞങ്ങളോട് സംസാരിക്കുക പിതാവേ. എന്റെ സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് പറയാൻ ഇനി കൂടുതലായി ഒന്നുമില്ല. ദാരിദ്ര്യം, സമാധാനം, സ്നേഹം. ദാരിദ്ര്യം, സമാധാനം, സ്നേഹം. സഹോദരങ്ങളെ, ഞാൻ ഈ സത്രം വിട്ട് എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് യാത്രയാവുകയാണ്. നിസ്സാരനും പാപിയുമായ ഈ എളിയ സഹോദരന് വേണ്ടി നിങ്ങൾ നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. വരൂ സഹോദരന്മാരെ, നമ്മുടെ പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലിയോ സഹോദര, എന്താണ് പിതാവേ? എന്താണ് അങ്ങയുടെ ആവശ്യം? സഹോദര, എന്റെ നിഴലായി ഇതുവരെയും കൂടെയുണ്ടായിരുന്ന നിന്നോട് എനിക്കൊരപേക്ഷയുണ്ട്. പിതാവേ, അങ്ങയുടെ എന്താവശ്യവും ഞാൻ സാധിച്ചു തരും. പറയൂ പിതാവേ. ലിയോ, നീ എഴുതുക. സർവശക്തനായ ദൈവം ഈ നീച പാപിയുടെ മേൽ ചൊരിഞ്ഞ കൃപകളെക്കുറിച്ച് ലോകമറിയേണ്ടതിന് നീ ഈ എളിയവനെ കുറിച്ച് എഴുതുക. എന്ത് പിതാവേ, എഴുതാനോ? പിതാവേ, അതും ഞാനോ? മറ്റൊരു ക്രിസ്തുവാണെന്ന് ലോകമങ്ങേ വിശുദ്ധനെന്ന് വാഴ്ത്തുന്നു. ദൈവാനുഭവങ്ങളുടെ കലവറയായ അങ്ങയുടെ ഈ മഹനീയ ജീവിതത്തെക്കുറിച്ച് എഴുതാൻ ഈ പാപിക്ക് എന്ത് യോഗ്യത പിതാവേ, എന്ത് യോഗ്യത? അതല്ല ലിയോ, അതല്ല. നീയല്ലെങ്കിൽ മറ്റാര്? എന്റെ അപമാനങ്ങളിലും സന്തോഷങ്ങളിലും എന്നോട് കൂടെ ഉണ്ടായിരുന്നത് നീ മാത്രമല്ല ലിയോ. ലിയോ, നീ എഴുതണം, നീ എഴുതണം. പിതാവേ, ഞാൻ എഴുതാം. മഹത്തായ അനുസരണത്തിന് കീഴിൽ അങ്ങേക്ക് വേണ്ടി ഞാൻ എഴുതാം, ഞാൻ എഴുതാം. പിതാവേ, അങ്ങേക്ക് എന്തു പറ്റി? എന്തു പറ്റി? പറയൂ പിതാവേ. എന്തോ സംഭവിക്കാനിരിക്കുന്നത് പോലെ, മേഘങ്ങളെല്ലാം ഇരുണ്ടു കൂടുന്നത് പോലെ, കിളികളുടെ പാട്ടിലും ഒരു ശോകലയം കലർന്നിരിക്കുന്നു. വിടർന്ന പൂക്കൾ ആടാൻ മടിക്കുന്നത് പോലെ, പ്രകൃതി തന്റെ മൂകമായ ഒരന്തരീക്ഷത്തിൽ എന്ന പോലെ, ദൈവത്തിന്റെ വിളി അടുത്തെത്തിയതുപോലൊരു തോന്നൽ. സഹോദര ബെർണാഡ്, എന്നെ എഴുന്നേൽപ്പിച്ചിരുത്തു. സഹോദര, ദയവായി നിങ്ങൾ എന്റെ ഈ വസ്ത്രങ്ങളെല്ലാം മാറ്റി എന്നെ തറയിൽ കിടത്തുക. ഞാൻ നഗ്നനായി എന്റെ മാതാവിന്റെ ഉദരത്തിൽ നിന്നും വന്നു. ഞാൻ നഗ്നനായി എന്റെ പിതൃഭവനത്തിലേക്ക് പോകട്ടെ. പിതാവേ,
അങ്ങ് എന്താണ് ഈ പറയുന്നത്? അങ്ങയെ നഗ്നനായി കിടത്താനോ? സഹോദരങ്ങളെ, ഈ കൂടാരത്തിൽ നിന്നുള്ള എന്റെ വേർപാടിന്റെ സമയം അടുത്തെത്തിക്കഴിഞ്ഞു. എനിക്ക് വേണ്ടി പാടിയ കിളികളും എന്നെ ആനന്ദിപ്പിച്ച പുഷ്പങ്ങളും എന്തോ എന്നോട് പറയുന്നത് പോലെ അതെ, അതെത്താറായി. ദൈവസ്നേഹത്തെ പ്രതി എന്നെ ഈ നിലത്തിറക്കി കിടത്തി. എന്റെ വസ്ത്രങ്ങൾ മാറ്റുമോ? പിതാവേ, അങ്ങ് ഞങ്ങളെ അനാഥരാക്കി പോവുകയാണോ? നിങ്ങൾ ഓരോരുത്തരും ദൈവം എനിക്ക് നൽകിയ സമ്മാനങ്ങളാണ്. നിങ്ങൾ കർത്താവിൻ്റെതാണ്. കർത്താവ് നിങ്ങളെ തീർച്ചയായും പരിപാലിക്കും. പിതാവേ, മഹത്തായ നമ്മുടെ അനുസരണത്തിന് കീഴിൽ അങ്ങിത് ധരിക്കുവാൻ മനസ്സുണ്ടാവണം. ലിയോ, എന്റെ പ്രിയപ്പെട്ട വയലിൻ അതെവിടെ? ദയവായി ആരെങ്കിലും അതെടുത്തുകൊണ്ടുവന്ന് എനിക്കായൊരു ഗീതം വായിക്കുമോ? അവസാനമായി സഹോദരന്മാരെ, നിങ്ങളോടൊത്ത് ഭക്ഷിക്കേണ്ടതിന് ഇന്ന് ഭിക്ഷയയച്ച് കിട്ടിയതിൽ നിന്ന് ഒരപ്പം കൊണ്ടുവരുമോ? പിതാവേ, ഇതാ. ക്രിസ്തു നമുക്കായി സ്വയം മുറിയപ്പെട്ടതുപോലെ നിങ്ങളും നിങ്ങളെ തന്നെ മുറിച്ചു നൽകുക. സഹോദരങ്ങളെ, നമുക്കൊരുമിച്ച് സൂര്യകീർത്തനം ആലപിക്കാം. വാഴ്ത്തി
യേശുവേ, യേശുവേ, ഓ എന്റെ യേശുവേ, ഇതാ സോദരി മരണം എന്നെ തേടിയെത്തുന്നു. സോദരി മരണമേ, സ്വാഗതം, നിനക്ക് സ്വാഗതം. ബെർണാഡ്, എന്നെ തറയിൽ ഇറക്കി കിടത്തുക. കുറെ ചാരമെടുത്ത് എന്റെ മേൽ വിതറുക. യേശുവേ, ഓ പിതാവേ, പിതാവേ, ഫ്രാൻസിസ്, ഫ്രാൻസിസ്, പിതാവേ, പിതാവേ, ഫ്രാൻസിസ്, പിതാവേ, 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 ഇനി കാണില്ല പ്രിയരേ, ലോകത്തിൽ ഇനി കാണില്ല പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ.
സ്വർഗരാജ്യത്തിൽ ചേരാൻ പ്രിയരേ